കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ KPCC പാർട്ടിയുടെ അറിവോടെ മാത്രമേ പ്രവർത്തിക്കാനാകൂ. അഡ്മിന്മാരുടെ വിവരങ്ങൾ KPCC അറിയിക്കണം. പാലോട് രവിയുടെ ശബ്ദരേഖ വിവാദം അന്വേഷിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതിയുടേതാണ് ഈ തീരുമാനം. ശുപാർശ അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, ഈ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ അത് അത്ര സംഘടിത രൂപത്തിലല്ല, അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏകാഭിപ്രായമല്ല വരുന്നതെന്നൊക്കെ നേരത്തെയും ചില നേതാക്കളുടെ ഭാഗത്ത് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അതേസമയം മറുഭാഗത്ത് CPM-ന്റേത് വളരെ സംഘടിതമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവഞ്ചൂർ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ശുപാർശ ചെയ്യുന്നത്? കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ പല വഴിക്ക് പോകുന്നതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്നത് ആ കോൺഗ്രസ് നേതൃത്വം തന്നെയാണ്, KPCC നേതൃത്വം തന്നെയാണ്. മാത്രമല്ല പല പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ, പാർട്ടിയിൽ പറയേണ്ട അഭിപ്രായങ്ങൾ ഈ പറയുന്ന പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പറയുന്നു, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പറയുന്നു. അത് പാർട്ടിക്ക് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി കൃത്യമായ ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ സൈബർ ഹാൻഡിലുകൾ എത്തരത്തിൽ പ്രവർത്തിക്കണമെന്ന് ഇനി KPCC തീരുമാനിക്കും. ഒഫീഷ്യൽ ഹാൻഡിലുകൾ അത് നിയന്ത്രിക്കുന്ന ആളുകൾ പാർട്ടി പ്രവർത്തകരായിരിക്കണം. മറ്റ് പുറത്തുള്ള ആളുകളെ അത് ഏൽപ്പിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പാർട്ടിയുടെ അഭിപ്രായമായി പുറത്തേക്ക് വരുന്നതിന് തടയിടണം എന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയുടെ MLA-മാർ, MP-മാർ അടക്കം ജനപ്രതിനിധികളും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളും സ്വന്തം അഭിപ്രായം പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാക്കി, അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു സംവിധാനമാക്കി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാൽ കർശന നടപടി ഉണ്ടാകും, അത് വലിപ്പച്ചെറുപ്പം നോക്കാതെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള സമിതി വ്യക്തമാക്കുന്നത്. KPCC മുൻപാകെ ഈ സമിതിയുടെ റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലോട് രവി നടത്തിയ ഒരു ഫോൺ സംഭാഷണം, ആ സംഭാഷണം പുറത്തു വരികയും പാലോട് രവിക്കെതിരെ അതിശക്തമായ വിമർശനം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒന്നടങ്കം വരികയും ചെയ്തു. പക്ഷേ പിന്നീട് ആ സംഭാഷണത്തിൻ്റെ മുഴുവൻ വശവും പുറത്തു വന്നപ്പോൾ അതേ പാലോട് രവിയെ ചീത്ത വിളിച്ച അതേ സൈബർ ഹാൻഡിലുകൾ തന്നെ പാലോട് രവിക്ക് വേണ്ടി വാദിക്കുന്ന സാഹചര്യവും ഉണ്ടായി. പാർട്ടിയിൽ അങ്ങനെ ആകപ്പാടെ ആശയക്കുഴപ്പമുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു അത്. അതിനുശേഷം പാലോട് രവി രാജിവെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. പകരം ആളെ ചുമതലയേൽപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്നുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ എന്ന പേരിൽ മറ്റു പല പേരുകളിലും അവതരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾ പറയുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമായി കണക്കാക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്കാണ് പാർട്ടി ഇപ്പോൾ എത്തുന്നത്. അത് അവരുടെ മാത്രം അഭിപ്രായം എന്നുള്ള നിലയിലാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന ജനപ്രതിനിധികളുടെയോ പാർട്ടി നേതാക്കളുടെയോ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് ആരുടെ പേജാണോ അവർക്കായിരിക്കും എന്നുള്ള നിലയിലേക്കാണ് ഈ സമിതി കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതായത് കൃത്യമായ കടിഞ്ഞാൺ ഇനിയിപ്പോൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ ആലോചിക്കുകയാണ് KPCC. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സമിതി മുന്നോട്ട് വെച്ച ശുപാർശയുടെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങൾ, ഇടപെടലുകൾ KPCC നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നു. എന്താണ് അമൽ തേനംപറമ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് നൽകുന്ന വിവരം?